لا تسمع فيها لاغية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تسمع فيها لاغية. لا تسمع فيها لاغية. അവിടെ നിയമങ്ങളൊന്നുമില്ല, ശ്രദ്ധിക്കേണ്ടതൊന്ന് അയിന് തസ്മഉ തസ്മഊന്നാകരുത്. അതേപോലെ ലാഗി ഒഗൈനാണ്, അത് ശ്രദ്ധിക്കാറുണ്ട്. ലാഇയ ലാഹിയ എന്നൊന്നും ആവാൻ പാടില്ല, ലാഗിയ. ലാ തസ്മഉ ഫീഹാ ലാഗിയ. നമുക്ക് ആ സ്വർഗ്ഗക്കാരുടെ ഭാഗം ഒന്ന് പൂർണ്ണയോധ. ഉജൂഹു യൗമഇദിൻ നാഇമ ലിസഇഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ. ശരി, ഇനി സ്വർഗത്തിലെ സവിശേഷതകളാണ് എന്താ പറയുന്നത്. ലാ തസ്മഉ എന്താ? കേൾക്കുകയില്ല. സമിഅ പറഞ്ഞാൽ കേട്ടു, യസ്മഉ കേൾക്കുന്നു. ലാ തസ്മഉ നീ കേൾക്കുകയില്ല. ഫീഹ ഫീഹ അവിടെ, അവിടെ കേൾക്കുകയില്ല. അഥവാ ഫിൽ ജന്നത്തി സ്വർഗത്തിൽ കേൾക്കുകയില്ല. ലാഗിയത്തൻ ലാഗിയത്ത് കേൾക്കുകയില്ല. ലാഗിയത്ത് പറഞ്ഞാൽ ലഘുവ് എന്നാണ്. ലഘുവ് ലഘുവ് എന്താ ലഘുവ് പറഞ്ഞാൽ? അനാവശ്യമായത്, നിരർത്ഥകമായത് അല്ലേ എന്നൊക്കെ പറയാം. ശരിക്കും ഒരു ഉപകാരവുമില്ലാത്ത വാക്കുകൾ. കലാമുൻ ലാ ഫായിദ ഫിഹ, ഒരു ഉപകാരമില്ലാത്ത സംസാരങ്ങൾ, ഫായിദ ഇല്ലാത്ത സംസാരം, അതാണ് ലഘുവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ജുമാൻ്റെ ഖുതുബിനെ കുറിച്ച് പറയുമ്പോൾ ചില ഹദീസുകളിലൊക്കെ വന്നല്ലേ റസൂലല്ലേ, മൻ മസ്സ ഹസ, ആരെങ്കിലും ചരൽക്കല്ലുമ കളിച്ചാൽ ഫഖദ് ലഹ, അവൻ ലഘു കാട്ടി. ചരൽക്കല്ലുമ കളിക്കാറുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ പള്ളി എന്താ ചരലും കല്ലൊക്കെയാണ്. അപ്പോൾ അയിമങ്ങനെ കളിച്ചിരിക്കുക. അപ്പോൾ അവൻ ലഘുവ് കാട്ടി എന്നാണ് പറഞ്ഞത്. അനാവശ്യം നിരർത്ഥകമായത് അവൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ നമുക്ക് ചരൽക്കല്ലൊന്നും കളിക്കാനില്ല, പക്ഷേ ആൾക്കാരെന്ത് ചെയ്യും? കാർപ്പറ്റുമ്പോൾ കളിക്കും, മൊബൈലുമ്പോൾ കളിക്കും, അപ്പുറത്തോണ്ട് ഇതാക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ റസൂൽ പറഞ്ഞില്ലേ, ഒരാൾ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുകയാണ്. അതെ, അങ്ങനെ ഹദീസിലെ. അപ്പോൾ സംസാരിച്ചപ്പോൾ മറ്റോ പറയാണ് അൻഷിത്, മുണ്ടാതിരിക്കേ എന്ന്. മനുഷ്യരള്ളി അതിൽ പറയുന്നുണ്ട്. മനസ്സിലാവേണ്ട ആൾക്കാർക്ക് അതിൽ എന്താ പറയുക, പിന്നെ അപ്പോൾ അപ്പുറത്തോ പറയാണ് അൻഷിത്, ഇത് മുണ്ടാതിരിക്കേ എന്ന് പറഞ്ഞാൽ പോലും എന്തായി? ലഘുവ് കാട്ടിയെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ലഘുവ തന്നെ നിരർത്ഥകമായത് പ്രവർത്തിക്കുക, വെറുതെ ഒരു ആവശ്യമില്ലാത്ത, ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ സംസാരങ്ങൾ, അപ്പോൾ ഒരു ഉപകാരമില്ലാത്ത വാക്കുകൾ അവിടെ എന്ത് ചെയ്യില്ല? കേൾക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ എന്ത് ചെയ്യില്ല? കുത്തുവാക്കുണ്ടാവില്ല, വേദനിപ്പിക്കുന്ന വാക്കുണ്ടാവില്ല. ഇതൊക്കെ ശരിക്കും ഉപകാരമുള്ള വാക്കുകളാണോ? അല്ല. അതേപോലെ തന്നെ ഗൈബത്ത്, നമീമത്ത്, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഇതൊക്കെ എന്താണ്? നിരർത്ഥകമായ വാക്കുകൾ. ഇങ്ങനത്തെ വാക്കുകളൊന്നും സ്വർഗത്തിലുണ്ടാവില്ല. അപ്പോൾ പിന്നെ സ്വർഗത്തിൽ എന്താ ഉണ്ടാവുക? ഇപ്പോൾ അള്ളാഹു പറഞ്ഞില്ല, ലാ തസ്മഊന ഫിഹാ ലഗ്വൻ വലാ തഅ്സീമ. സ്വർഗത്തിൽ ലഘുവും ഉണ്ടാവില്ല, തഅ്സീം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ ഉണ്ടാവില്ല. അതേപോലെ അള്ളാഹു പറഞ്ഞു, ലാ തസ്മഊന ഫിഹാ ലഗ്വൻ വലാ കിദ്ദാബ. സൂറത്ത് നബയിൽ കിദ്ദാബ കളവാക്കുന്ന വാക്കുകൾ, അതേപോലെ തന്നെ നിരർത്ഥകമായ വാക്കുകൾ, ഇതൊന്നും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ പിന്നെ എന്താ സ്വർഗത്തിൽ കേൾക്കുക? സലാം തന്നെയാണ് അങ്ങ് കേൾക്കുക. ഇത് അള്ളാഹിൽ നിന്ന് സലാം ഉണ്ടാവും അല്ലേ? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സൂറത്ത് യാസീനിലല്ലേ? റഹീമായ അള്ളാഹുവിൽ നിന്ന് സലാം ഉണ്ടാവും. അതേപോലെ മലക്കുകൾ സലാം പറയും.
വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. അള്ളാഹുവിനെ സൂക്ഷിച്ചവർക്ക് അള്ളാഹു സ്വർഗം നൽകുക. സ്വർഗം എങ്ങനെ അവർ സുമറൻ കൂട്ടം കൂട്ടായിട്ട് വരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, തെളിച്ച് കൊണ്ടുപോകും. സുമറ പിന്നെ ഹത്ത ഇദാ ജാഉഹ വഫുത്തിഹത് അബ്വാബുഹ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വഫുത്തിഹത് അബ്വാബുഹ, അങ്ങനെ അവർ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വാതിൽ തുറക്കപ്പെടും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വഫുത്തിഹത് അബ്വാബുഹ വഖാലത് ലഹും ഖസനതുഹ സലാമുൻ അലൈക്കും. എന്താ പറയുക? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. തിബത്തും, നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചു. ഫദ്ഖുലൂഹ ഖാലിദീൻ, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നിത്യവാസികളെ പ്രവേശിച്ചുള്ളൂ. അപ്പോൾ അള്ളാഹിൻ്റെ അടുത്ത് സലാം കിട്ടും, മലക്കുകളുടെ അടുത്ത് സലാം കിട്ടും. ഇനി ഇവർ പരസ്പരം തന്നെ, സ്വർഗവാസികൾ പരസ്പരം തന്നെ സലാം, ലാ തസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. അപ്പോൾ ഈ സലാം ഇതാണ് ആകെ എന്ത് ചെയ്യുക? സ്വർഗ്ഗിക്കുക. അപ്പോൾ സമാധാനം, സന്തോഷം, ഇതൊക്കെയാണ് സലാം അല്ലേ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? താങ്കൾക്ക് അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ പറയുമ്പോൾ രക്ഷ, സമാധാനം അല്ലേ, അതൊക്കെ താങ്കൾക്ക് ലഭിക്കട്ടെ. വറഹ്മത്തുള്ളാഹി, റഹ്മത്തും ലഭിക്കട്ടെ. വബറകാതുഹു, ബറക്കത്ത് ലഭിക്കട്ടെ. സാന്ദർഭികമായി സൂചിപ്പിക്കണേ, ഈ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നിങ്ങളത് എൻ്റെ മാർക്കർ കളറ് പറഞ്ഞ പോലെ അല്ല വേണോ? ഇതിൽ കുറച്ച് ഇങ്ക് നിറച്ചാൽ മതി, അടുത്ത ആഴ്ച ക്ലാസ്. ആ ശരി. അപ്പോൾ എന്താ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു 3 പാർട്ടാണ് അല്ലേ. ഇത് ശരിക്കും ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഇത് ആലോചിച്ചാൽ തന്നെ ഇതിൽ മനസ്സിലാവും. അത്ഭുതമാണ്. ഓരോരുത്തർക്കും ഓരോ ഗുഡ് മോർണിംഗ് ഉണ്ട്, ഗുഡ് ഈവനിങ് ഉണ്ട്, നമസ്കാരമുണ്ട്, ഓരോ വ്യത്യസ്ത ഇതുണ്ട്. ഇസ്ലാമിൽ അഭിവാദ്യതാണ് അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ താങ്കൾക്ക്. വറഹ്മത്തുള്ളാഹി, അള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ. വബറകാതുഹു, അള്ളാഹുവിൻ്റെ ബർക്കത്തും താങ്കൾക്ക് ലഭിക്കട്ടെ. നമ്മൾക്ക് ആദ്യം കിട്ടേണ്ടത് സലാമാണ്. എന്താ സലാം പറഞ്ഞാൽ? സമാധാനം, അതേപോലെ രക്ഷ, സുരക്ഷ അല്ലേ. പിന്നെ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, എന്ത് എനിക്ക് ഞാനൊരു 10,000 പോലെ 1,00,000 റുപ്യ തരാം, എനിക്ക് ഞാൻ 1,00,000 റുപ്യ തരാം. പക്ഷേ 1,00,000 റുപ്യ മേടിച്ചാൽ പിന്നീട് എന്ത് ചെയ്യും? ഒരു 10 കൊല്ലം നിത്യയോഗിയായിട്ട് ബെഡിൽ കിടക്കും. അല്ലെങ്കിൽ എനിക്ക് ഞാൻ 1,00,000 റുപ്യ തരില്ല, പക്ഷെ എനിക്ക് അസുഖങ്ങളൊന്നും വരില്ല. ഇതിലേത് ഇങ്ങനൊരു ഓപ്ഷൻ തന്നാൽ നമ്മൾ ഏതാ സ്വീകരിക്കുക? പൈസ ഒന്നും വേണ്ട, എനിക്ക് അസുഖമില്ല ചോദിച്ചാൽ. അപ്പോൾ നമ്മൾക്ക് നന്മകൾ കുറേ കിട്ടുന്നതിൻ്റെ അടുക്കും നമ്മൾക്ക് ഇഷ്ടം എന്താ? ഉപദ്രവവും തിന്മകളും പ്രയാസങ്ങളും ഇല്ലാതിരിക്കണം. അതാണ് സലാം. ആദ്യം കിട്ടേണ്ടത് രക്ഷയാണ്, രക്ഷ. ഈ റഹ്മത്ത് പറഞ്ഞാൽ എന്താ? അള്ളാഹിൻ്റെ കാരുണ്യം, അത് നന്മല്ലേ? അള്ളാഹിൻ്റെ കാരുണ്യം കിട്ടുന്ന നന്മയാണ്. അപ്പോൾ ആദ്യം കിട്ടേണ്ടത് കുറേ നന്മല്ല, ആദ്യം സലാം. ഈ സലാം എന്ന് പറയുമ്പോൾ ഇതിനെ എല്ലാത്തിനും പെട്ടതിൽ ഇപ്പോൾ ശാരീരികമായ പ്രയാസങ്ങളിലായിരിക്കുക, മാനസികമായ പ്രയാസങ്ങളില്ലാതിരിക്കുക, ഏതെങ്കിലും ശൈത്വാനീയത്വ ബാധ ഏൽക്കാതിരിക്കുക, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുക, പരലോകത്തിന് പിന്നെ വിചാരണയിൽ നിന്നൊക്കെ രക്ഷ കിട്ടുക, ഇതൊക്കെ ഇതിൽ പെട്ടുവെന്നാണ്. അപ്പോൾ കുറേ തിന്മകളിൽ രക്ഷ അതാദ്യം കിട്ടി. ഇനി അത് കിട്ടിയാൽ മാത്രം മതിയോ? പോരാ, പിന്നെ കുറേ നന്മകൾ കിട്ടണം. റഹ്മത്തുള്ളാഹി, നന്മകൾ കിട്ടും. ഇനി നന്മകൾ കിട്ടിയാൽ മതിയോ? പോരാ, നന്മകൾ തോനെ കിട്ടണം. അതാണ് ബറകാതുഹു, ബർക്കത്തും കിട്ടട്ടെ. ബർക്കത്ത് പറഞ്ഞാൽ എന്താ? സിയാദത്ത്. അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടട്ടെ, ആ റഹ്മത്തിൽ പിന്നെ ധാരാളം ബർക്കത്തുകളും കിട്ടട്ടെ, അധികരിച്ച് കിട്ടട്ടെ. അപ്പോൾ ഇതിൻ്റെ അത്ഭുതം ലൈഫ് പാറ്റേൺ അതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതാണ് അള്ളാഹ് പറഞ്ഞത്, തഹിയ്യത്തൻ പിന്നെ എന്തില്ല, അള്ളാഹിൻ്റെ അടുത്തില്ല തഹിയ്യത്താണ്, ത്വയ്യിബത്തൻ ശുദ്ധമായതാണ്, മുബാറക്കൻ മുബാറക്കത്തത് അനുഗ്രഹീതമായതാണെന്നൊക്കെ അള്ളാഹ് പറഞ്ഞേ. ശരി. അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ പിന്നെ സമാധാനം, അതിൻ്റെ വാക്കുകൾ മാത്രമേ കേൾക്കുകയുള്ളൂ. അപ്പോൾ ദുനിയാവത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും അവർ പരസ്പരം. അള്ളാഹ് പറഞ്ഞേ യതസാഅലൂൻ, അവരങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, സംസാരിക്കും, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കും എന്നൊക്കെ അള്ളാഹ് പിന്നെ എന്തുണ്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ സലാമാണ് അവിടെ
കേൾക്കുക. അതേപോലെ അള്ളാഹ് പറയില്ല വനസഅനാ മാഫി സുദൂരിഹിം മിൻ ഗില്ലിൻ. ഈ സ്വർഗത്തിൽ കയറിയ ആൾക്കാരെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹ് എന്ത് ചെയ്യും? ഗില്ല് ഊരി മാറ്റും. ഗില്ല് പറഞ്ഞാൽ ഈ പക, വിദ്വേഷം, ഇത് ഊരി മാറ്റും. അപ്പോൾ ഇത് ഹൃദയത്തിൽ പകയും വിദ്വേഷവും മറ്റിനോട് ദേഷ്യമൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? അത് നാവിലൂടെ പ്രകടമാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പിന്നെ ശരീരത്തിൽ എന്തുണ്ട്? ഒരു മാംസപിണ്ഡമുണ്ട്. അതിൻ്റെ പ്രത്യേകത ഇതാ സ്വലഹത് സ്വലഹൽ ജസദ് കുല്ലു, ഇതാ ഫസദത് ഫസദൽ ജസദ് കുല്ലു. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവന്നു. അപ്പോൾ ഹൃദയം ചീത്തയാവുമ്പോഴാണ് നാവ് ചീത്തയാവണത്, കണ്ണ് ചീത്തയാവണം, കാത് ചീത്തയാവണമൊക്കെ. അപ്പോൾ ഈ ഹൃദയത്തിൽ നല്ലത് മാത്രമുള്ളെങ്കിലോ നാവിലൂടെ പുറത്ത് കയറുന്നത് നല്ലത് മാത്രമല്ല. അപ്പോൾ സ്വർഗത്തിൽ കയറുന്ന ആൾക്കാർ ഹൃദയത്തിൽ നിന്നുള്ളാഹു ഈ രൂപത്തിലുള്ള ചളികളൊക്കെ എടുത്ത് മാറ്റും. അതോടെ പിന്നെ അവരെ നാവുന്ന പുറത്തേക്ക് വരിക. അതുകൊണ്ട് അവർ പിന്നെ എന്താ പറയുക? തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ വഖാലു അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹു ഞങ്ങൾ ഈ മാർഗത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സംഭവിക്കില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്നെന്ത് ചെയ്യും? അവർ പറയുന്നതാണ്. അപ്പോൾ അത് സ്വർഗത്തിലെ അത്തരത്തിലുള്ള വാക്കുകളായിരിക്കും അവർ സംസാരിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, സ്വർഗക്കാർക്ക് എന്തുണ്ടാവും? തസ്ബീഹ് ഉണ്ടാവും, അതേപോലെ തഹ്മീദ് ഉണ്ടാവും. ഇതൊക്കെ സ്വർഗക്കാർ പറയും. ഇതെങ്ങനെയൊക്കെ അവർക്ക് നമ്മളിവിടെ പറയുന്ന പോലെ ഇങ്ങനെ പ്രയാസപ്പെട്ട് പറയല്ല. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഹ്ലൽ ജന്നതി യഅ്കുലൂന ഫീഹാ വയശ്റബൂൻ. സ്വർഗത്തിലെ ആളുകൾ തിന്നും കുടിക്കും, ഭക്ഷണം ഉണ്ടാവും, അവർക്ക് വെള്ളം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്നിട്ട് പറയുന്നു വലായത്ഫുലൂൻ, അതേപോലെ വലായബൂലൂൻ വലായതഗവ്വതൂൻ വലായംതഖിതൂൻ. അവർ തുപ്പൂല, തുപ്പലുണ്ടാവില്ല, മലമൂത്ര വിസർജനം ഉണ്ടാവില്ല, അതേപോലെ കഫ ഉണ്ടാവില്ല. ഇതൊന്നും സ്വർഗത്തിൻ്റെ അടുക്ക് വരില്ല. അപ്പോൾ സ്വഹാബത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ വിഷയം എന്താ? കഴിച്ചാൽ ദഹിക്കണ്ടേ? ഈ ദഹിച്ചു പോണത് എങ്ങനെയാണ്? അപ്പോൾ റസൂൽ പറഞ്ഞു, അത് ജുഷാഉൻ വറഷ്ഹുൻ കറഷ്ഹിൽ മിസ്ക്. നമ്മൾ ഈ ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ ഒരു തേട്ടൽ ഇതുപോലെ ഒരു തേട്ടൽ വരുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ച് തേട്ടുമ്പോൾ നല്ല മണമാവോ? ഇല്ല, അത് വൃത്തിയായിട്ട മണമാണ്. പക്ഷെ അവിടെ ഓരോ വായിൽ നിന്ന് പുറത്തേക്ക് വരിക കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും എന്നാണ്. അതിലൂടെയാണ് അവരെ ദഹനം നടക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു. അവരെന്ത് ചെയ്യും? തസ്ബീഹും തഹ്മീദൊക്കെ അവർക്ക് ഇൽഹാം സംഭവിക്കും. കമാ തുൽഹമൂന നഫസ, നിങ്ങൾക്ക് ശ്വാസോച്ഛ്വാസത്തിന് ഇൽഹാം കൊടുക്കണ പോലെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരുന്ന നേരത്തിൻ്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം ശ്വാസം എടുത്ത് അയച്ചു? അത് നമ്മളിങ്ങനെ ഓരോ സെക്കൻഡിലും നിന്ന് ശ്വാസം എടുക്കണമെങ്കിൽ അയക്കണം, ഇങ്ങനെ വിചാരിച്ചിട്ടാണോ? ഇല്ല, അതിങ്ങനെ അള്ളാഹിന് ബോധനം കൊടുത്ത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സ്വർഗത്തിലെ ആൾക്കാർക്ക് തസ്ബീഹും തഹ്മീദും ബോധനം നൽകപ്പെടുന്നതാണ്. അതിങ്ങനെ അവരെന്ത് ചെയ്തു? അവർ ചെയ്തുകൊണ്ടിരിക്കും. അതവർക്ക് പ്രയാസമല്ല, അതങ്ങനെ സംഭവിച്ചെടുക്കുക. അപ്പോൾ അത്തരം വാക്കുകളൊക്കെയാണ് അവിടെ ഉണ്ടാവുക, സ്വർഗത്തിൽ ഉണ്ടാവുക. ലാ തസ്മഉ ഫീഹാ ലാഗിയ, നിരർത്ഥകമായ ഒരു ഉപകാരവുമില്ലാത്ത വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വാക്കുകൾ അവർ അവിടെ കേൾക്കുകയില്ല. ഫീഹാ ഐനുൻ ജാരിയ, നമ്മളോട് ഓതുമ്പോൾ ഐന്, ഐനിലെ ഐന് അതെന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഐ ശ്രദ്ധിക്കണം. അതുപോലെ ഐനുഞ്ച, അവിടെ ഏത് നിയമം? ഇഖ്ഫ. ജ, ഐനുഞ്ച, അത് ശ്രദ്ധിക്കണം. പിന്നെ ജാറി എന്ന് ഓതാൻ പറ്റുമോ? ഇല്ലേ, ജാരി, ജാരി. ഫീഹാ ഐനുൻ ജാരിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ. ഫീഹാ, ഫീഹാ പറഞ്ഞാൽ ഫിൽ ജന്ന, അതിലുണ്ട്, സ്വർഗത്തിലുണ്ട്. ഐനുൻ, ഐനുണ്ട്. ഐന് പറഞ്ഞാൽ അരുവി. നമ്മൾ ഐന് എന്തിനൊക്കെ ഉപയോഗിക്കും?
കണ്ണിന് അയിന് ഉപയോഗിക്കും, പിന്നെ അരുവിക്ക് ഉപയോഗിക്കും, പിന്നെ ഉറവക്ക് അരുവി അയിനെന്നാ പറയുക, ഉറവ പൊട്ടി വരില്ലേ അയിനെന്ന് പറയും. അതേപോലെ കണ്ണേറിന് അയിന് പറയും. അല്ല അയിനു ഹക്കുൽ, അവിടെ കണ്ണ് സത്യമാണെന്നാണോ? അല്ല, കണ്ണേറ് എന്നുള്ളത് സത്യമാകുന്നു, അയിനുപയോഗിക്കും. പിന്നെ അതേപോലെ തന്നെ അരുവിക്ക് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഏതാ? അരുവിയാണ്, ഇവിടെ അരുവിയാണ്. അപ്പോൾ സ്വർഗത്തിൽ അരുവിയുണ്ട്. അതിൻ്റെ ബഹുവചനം എന്താ? ഒയൂൻ, 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 ഒയൂനാണ്. അപ്പോൾ ഒയൂൻ അരുവികൾ, ഇവിടെ അരുവിയുണ്ട്, സ്വർഗത്തിൽ അരുവിയുണ്ട്. എങ്ങനത്തെ അരുവിയാണ്? ജാരിയ, ജറായി ജിരിയണ ഒഴുകുക, ജാരിയ ഒഴുകുന്നത് ഇസ്മു ഫായിൽ. അപ്പോൾ ജാരിയ ഒഴുകുന്നതായ അരുവി എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. അപ്പോൾ മുകളിൽ അള്ളാഹ് പറഞ്ഞു തുസ്കാ മിൻ ഐനിൻ ആനിയ, അത് നരകക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അവർക്ക് ചുട്ട് തിളക്കുന്ന അരുവിയാണ്. അതിനാണ് വെള്ളം കുടിക്കാൻ കൊടുക്കുക. അള്ളാഹു മജർനാമൻ. എന്നാൽ സ്വർഗ്ഗക്കാർക്കും അതേപോലെ അരുവിയുണ്ട്. അപ്പോൾ നരകത്തിലും സ്വർഗത്തിലും അരുവിയുണ്ട് എന്നർത്ഥം. സ്വർഗ്ഗക്കാരെ അരുവി എങ്ങനത്തതാണ്? ജാരിയത്താണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അരുവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകണതാണ്. കെട്ടിക്കണതിന് അരുവി എന്ന് പറയാമോ? കെട്ടിക്കണ നമുക്ക് കുളന്നോ അല്ലേ, അങ്ങനെ പറയാം. അരുവി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്ത് ചെയ്യും? അരുവിയും പുഴയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കണതേക്കണം. പിന്നെ ഇതിനല്ല പ്രത്യേകം ഒഴുകുന്നത് എന്ന് പറഞ്ഞ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ പക്ഷേ പോസ്റ്റും കാല് എന്ന് പറയില്ലേ, അങ്ങനെ പറയണം. അത് എന്തിനാ അങ്ങനെ പറയുന്നത്? അല്ല, ഈ ഒഴുകുന്നതിനൊരു പ്രത്യേകത ഉണ്ട്, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്താണ് ആ പ്രത്യേകത? ഒന്ന്, ജാരിയത്തുൻ ദൂനക്കനാത്ത്. പിന്നെ എന്താ പറയുക, ഈ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകും അല്ലേ, ഒരു ചാല്, ഇവിടെയൊക്കെ കരയാണ്, ഇതൊക്കെ കരയാണ്. എന്നാൽ സ്വർഗത്തിൽ ഇങ്ങനെ കരല്ല, ഇങ്ങനെ ഇങ്ങനെ കടങ്ങില്ല, ഇങ്ങനെ കടങ്ങില്ലാതെ ഇങ്ങനെ ചാലില്ലാതെയാണ് ഒഴുകണത്, കരല്ല. അതിങ്ങനെ തജ്രീമിൻ തഹ്തിയൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ഇതിനെന്തില്ല? കരല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ കരൊക്കെ ഉണ്ട്, കുറച്ച് ഭാഗത്ത് കൂടെ ഒഴുകണുള്ളൂ. എന്നാൽ തന്നെ ഒരു നല്ല മഴ ചെയ്താൽ ആകെ വെള്ളപ്പൊക്കമായി പ്രശ്നം. എന്നാൽ സ്വർഗത്തിൽ എന്തില്ല? വെള്ളപ്പൊക്കമില്ല. അവിടെ കരയില്ല, പക്ഷേ അവിടെ വെള്ളപ്പൊക്കമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇത് ഒഴുകുന്നത്. അതുമാത്രമല്ല, ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ഒഴുകും. ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഒഴുകി വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനത്തെ അരുവിയാണ് സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. പുഴയെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടെ ഒഴുകുന്ന പുഴ. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ സ്വർഗത്തിൽ അൻഹാർ, പുഴകളുണ്ട്, അതിന് പുറമെ ഒയൂൻ, അരുവികളും സ്വർഗത്തിലുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ ഒരു അരുവിയുടെ പേരേതാ? നിങ്ങൾ പറയും, സ്വർഗത്തിലെ അരുവിയുടെ പേര്. ഞാൻ കേട്ടില്ല. എന്താ ഞാൻ കേട്ടില്ല. നല്ലാഹത്തൻ അല്ല, ഹൗലുൽ കൗസർ എന്ന് പറഞ്ഞാൽ ശരിയായോ? അത് ബോക്സും പറ്റിയായി. കൗസറും ഹൗലും രണ്ടാണ്. കൗസർ രണ്ടാണ്. പിന്നെ എന്താ കൗസർ എന്നാൽ എന്താ? സ്വർഗത്തിലുള്ളതാണ്, സ്വർഗത്തിൽ നദിയാണ്. ഹൗൽ എവിടെയാണ്? ഹൗൽ മഹ്ശറിലാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ബന്ധം എന്താ? ഇപ്പോൾ സ്വർഗത്തിലൊരു നദിയാണ് കൗസർ, ഇത് മഹ്ശർ. മഹ്ശറിനൊരു ഹൗല് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം കെട്ടിർത്തിയ സ്ഥലം, ഇതാണ് ഹൗല്. അപ്പോൾ ഇതിൽ ബന്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇങ്ങനെ രണ്ട് പാത്തികളുണ്ട് വെള്ളം പോണേ. ഇവിടുത്തെ വെള്ളമാണ് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ചാടുന്നത്, ഇങ്ങനെ ചാടി ഇതിൽ വെള്ളം നിറയും. അപ്പോൾ കൗസറത്തെ വെള്ളം തന്നെയാണ് ഹൗദിലുള്ളത്. രണ്ട് മീസാബാനികൾ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇത് മഹ്ശറിലാണ്, ഇത് സ്വർഗത്തിലാണ്, വ്യത്യാസമുണ്ട്. അപ്പോൾ കൗസർ കൂട്ടൂല, കാരണം കൗസർ നദിയാണ്. അതും നദിയാണ്, പുഴയാണ്, അരുവില. അത് പുഴയാണ്. മൈക്കം പോയോ? മൈക്കം പോവില്ലേ? അത് കേൾക്കണ്ടോ? അപ്പോൾ അത് പുഴയാണ്. അരുവികൾ ഏതൊക്കെ? ഫീഹിമ അയാൻ തജ്രിയാൻ. അതിൻ്റെ പേരില്ല, ഇല്ല. റഹ്മാനിൻ്റെ പേര് പറയില്ല.
ഒരു പേരാണ് നിങ്ങൾക്ക് അറിയുണ്ടാവും, കാഫൂർ. എവിടെ പറയണ? ഇൻസാനിൽ ഇന്നൽ അബ്റാറ യഷ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹ കാഫൂറ. അതിൻ്റെ മിസാജ് ചേരുവ കാഫൂറാണ്. ഇതെന്താ സാധനം? ഐനൻ, ഇതൊരു അരുവിയാണ്. യഷ്റബു ബിഹ ഇബാദുല്ലാഹി, അള്ളാഹുവിൻ്റെ അടിമകൾ കുടിക്കുന്നതാണ്. യുഫജിറൂനഹ തഫ്സീറ. അപ്പോൾ കാഫൂർ കാഫൂർ എന്നുള്ള മിസാജ് ചേർത്തിട്ടുള്ള ഒരു അരുവി. കർപ്പൂരാണ് അതിൻ്റെ അർത്ഥം, ക്യാംഫർ. പക്ഷേ സ്വർഗത്തിൽ അത് എന്തായിരിക്കും നമുക്കറിയില്ല. പിന്നെ വേറെ ഏതാ? പിന്നെ സെൽസബീലില്ലേ? ഏത്? തൃശ്ശൂരത്തെ സെൽസബീൽ അറബി കോളേജാണോ? ഉണ്ട്. സെൽസബീല ഐനൻ തുസമ്മാ ഫീഹ സെൽസബീൽ. അതൊരു അരുവിയാണ്, അതിൻ്റെ പേര് സെൽസബീൽ എന്നാണ് എന്ന് പറയുന്നു. പിന്നെ സഞ്ചബീലില്ലേ? സഞ്ചബീൽ ഇഞ്ചി പോലത്തെ ഒരു ചേരുവ. മുത്തഫിഫീനിലല്ലേ പറയുന്നത്? ഇൻസാൻ തന്നെയാണല്ലേ? സഞ്ചബീൽ. പിന്നെ യഷ്റബു ബിഹ ഇബാദുല്ലാഹി യഷ്റബു ബിഹൽ മുഖറബൂൻ അല്ലേ? സാമീപ്യം സിദ്ധിച്ചവർ കുടിക്കുന്ന അരുവി എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. അപ്പോൾ കാഫൂർ, സെൽസബീൽ, എന്തെങ്കിലും പറയണ്ടോ അവിടെ നിന്ന്? സഞ്ചബീൽ. അപ്പോൾ ഇതൊക്കെ സ്വർഗത്തിലെ നദികളാണ്. ഇങ്ങനെ വേറെയും ധാരാളം നദികൾ, അരുവികൾ സ്വർഗത്തിൽ ഉണ്ട്. പിന്നെ അതേപോലെ പിന്നെ പുഴകൾ, നിങ്ങൾക്കറിയാം പുഴകൾ. ഇപ്പം നേരത്തെ പറഞ്ഞ ഒന്ന് കൗസർ പുഴയാണ്. പിന്നെ സ്വർഗത്തിൻ്റെ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന 4 പുഴകൾ എന്ന് പറഞ്ഞത് അത് സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് 4 പുഴകൾ കണ്ടു. 2 സിദ്റത്തുൽ മുൻതഹയുടെ പുറത്തുനിന്നാണ്, 2 സിദ്റത്തുൽ മുൻതഹയുടെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഉള്ളിൽ നിന്നുള്ളത് സ്വർഗത്തിലെ നദികളാണ്, പുറത്തുനിന്നുള്ളത് നൈലും ഫുറാത്തുമാണ് എന്ന് റസൂൽ പറഞ്ഞു. പിന്നെ വേറെ നദികൾ അസലി മുസഫ, ശുദ്ധമായ തേനിൻ്റെ, അതേപോലെ ലബൻ പാലിൻ്റെ, മാവ് വെള്ളത്തിൻ്റെ, ഹംറ് കള്ളിൻ്റെ ഒക്കെ അരുവികളുണ്ടല്ലോ. പിന്നെ ജയ്ഹാൻ, ഫൈഹാൻ എന്നൊക്കെ പറഞ്ഞ് സ്വർഗത്തിൽ വേറെ പുഴകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അരുവികൾ എവിടെയുണ്ട്? സ്വർഗത്തിൽ ഉണ്ട്. എങ്ങനെ? നരകത്തിലെ ഭക്ഷണമല്ലേ സഖ്റൂമ്? കൗസറാണോ? കൗസറല്ലാതെ വേറെ ഏതാ? സ്വർഗക്കാര് പാനീയം ഒക്കെ നരക. അതേപോലെ ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗ്ഗക്കാർ അവർക്കുള്ള ഭക്ഷണം പിന്നെ സബ്ദിൽ കബ്ദ്, ഈ മത്സ്യത്തിൻ്റെ സബ്ദ് പറഞ്ഞാൽ കരൾ, അതിനോട് ചേർന്ന ഒരു വിഭവമാണ്. അതാണ് സ്വർഗ്ഗക്കാർ ആദ്യം കഴിക്കുക, ഫസ്റ്റ് ഭക്ഷണം. അതിനുശേഷം പിന്നെ അവർക്കൊരു കാളനെ അറുത്ത് കൊടുക്കും, അവർക്ക് അറുത്ത് കൊടുക്കും എന്നൊക്കെ ഹദീസ്. അതേപോലെ ഭൂമി മുഴുവനായിട്ട് അള്ളാഹു ഒരു ഹുബ്സാക്കി മാറ്റും. ഭൂമി മുഴുവൻ ഒരു ഹുബ്സ് റൊട്ടിയാക്കിയിട്ട് മാറ്റി അള്ളാഹ് കയ്യിൽ ചുരുട്ടി പിടിക്കും സ്വർഗ്ഗക്കാർക്ക് വിരുന്നായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ സ്വഹീഹ് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ല, ജമഹരീർ പിന്നെ ഇതല്ലേ, എന്താണ്? കാലാവസ്ഥയാണ്. ലാ യറൗന ഫീഹ ശംസൻ വലാ ജമഹരീറ, നല്ല ചൂടുമില്ല നല്ല തണുപ്പുമില്ല, അത് കാലാവസ്ഥയാണ്. കൗസർ മാത്രം അങ്ങനെ പറഞ്ഞായിട്ട് ഓർമ്മയിലുള്ളത്. അല്ലാഹു അലം. കൗസർ. ശരി. فيها سرر مرفوعة فيها سرر مرفوعة في جنة عالية لا تسمع فيها لاغية فيها عين جارية
ഫീഹാ സുറുറും മർഫൂഅ. ഫീഹ ഫിൽ ജന്ന, അവിടെയുണ്ട്, സ്വർഗത്തിലുണ്ട്. സുറുർ സെരീർ എന്നുള്ളതിൻ്റെ ബഹുവചനാണ്. അപ്പം എന്താ? കട്ടിലുകളുണ്ട്. എങ്ങനത്തെ കട്ടിലുകളാണ്? മർഫൂഅ, ഉയർത്തി വെക്കപ്പെട്ടതായ കട്ടിലുകൾ സ്വർഗത്തിലുണ്ട്. ഉയർത്തി വെക്കപ്പെട്ടതായ പറഞ്ഞാൽ മക്കാനൻ വ മക്കാനത്തൻ, അല്ല അഥവാ ഹൈറ്റ്, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അതേപോലെ സ്ഥാനത്താലും ഉയരാണ്. ഏത്? മേൽത്തരം, മുന്തിയതാണെന്ന അർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കട്ടിലൊക്കെ ചിലപ്പോൾ കുട്ടികൾ കയറി കണ്ട് ചാടി എന്ത് ചെയ്യും? അതേപോലത്തെ കട്ടിലല്ല എന്നർത്ഥം. ഇത് നല്ല ഹൈറ്റിലാണ്, അതേപോലെ അതിൻ്റെ സ്ഥാനം അതും എന്താണ്? നല്ല ഉയരം, അഥവാ മേൽത്തരം, മുന്തിയ മെത്തകളാണ് എന്നർത്ഥം. ഫിഹ കട്ടിലുകളാണ്. ഫിഹ സുറുറും മർഫൂഅ, അവിടെ ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകളുണ്ട്. അപ്പോൾ അത് ഈ നല്ല മേൽത്തരം കട്ടിലാണ്. അതാണ് അള്ളാഹ് പറഞ്ഞത് അലാ സുറൂരിൻ മൗദൂന എന്ന് പറയില്ലേ സൂറത്ത് വാഖിയയിൽ? അലാ സുറൂരിൻ, കട്ടിലിൻ്റെ മേളിലായിരിക്കും. എങ്ങനത്തെ കട്ടില? മൗദൂന. അവിടെ പറഞ്ഞ മൗദൂന എന്നാണ്. മൗദൂന പറഞ്ഞാൽ ഈ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് സ്വർണ്ണം കൊണ്ടാണ്. സ്വർണം മുടങ്ങി അങ്ങനെയാണത് ഉണ്ടാക്കിയിട്ടുള്ളത്. അള്ളാഹു സ്വർഗം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സ്വർണം കൊണ്ടുണ്ടാക്കിയ കട്ടിലുകൾ, അതാണ് സ്ഥാനം കൊണ്ടും അതുപോലെ തന്നെ ഹൈറ്റ് കൊണ്ടും അതെന്താണ്? അത് ഉയരത്തിലാണ് എന്നാണ് പറയുന്നത്. ഈ കട്ടിലിനാണ് നമ്മൾ ശരീർ എന്ന് പറയാം. അപ്പോൾ കട്ടിലൊരാളിങ്ങനെ കിടക്കുകയാണെങ്കിൽ അയാൾ അതെന്താ? അത് ശരീറാണ്. ഇനി കട്ടിലിൽ അതിനിങ്ങനെ അതിൽ ഒരു രാജാവൊക്കെ ഇങ്ങനെ കയറി ഇരിക്കുകയാണെങ്കിൽ അതെന്തായി? അർശായി. ഞാൻ അതിൽ ഒരു മയ്യത്തിനെ വെച്ചാലോ അത് നാഷായി. മയ്യത്ത് കട്ടിൽ നാഷ്. ഞാൻ അതിന് നമ്മൾ 4 കാലം കൊടുത്ത് ഒരു കൂടാരം പോലെ ഇങ്ങനെ കെട്ടിണ്ടാക്കി അങ്ങനെ ഒരു ഇതാക്കിയാൽ, ഇപ്പോൾ ഈ പണ്ടത്തെ രാജാക്കന്മാരെ കൊണ്ടുവരുന്ന ഇതിനെന്താ രഥം, പല്ലക്ക്, അതേപോലത്തെ ഒരു ഇതാക്കി മാറ്റിയാൽ അപ്പോൾ അതിന് നമ്മൾ അരീക്ക എന്ന് പറയും. അള്ളാഹ് പറഞ്ഞില്ല അലൽ അറായിക്ക് മുത്തക്കിയു എന്ന് പറയില്ല, അരീക്കത്ത്. അപ്പോൾ ഫിഹ സുറുറും മർഫൂഅ, അവിടെ ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകളുണ്ട്. ഹാരിസ് മൗലവി എഴുതിയ പാട്ടിലില്ലേ, സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിൽ കാണാം. ഖുർആനാങ്കടലിൽ ആഴത്തിൽ സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിൽ കാണാം നമുക്ക്. അതാണ് അലാ സുറുറിൻ മൗദൂന എന്നുള്ളതിൻ്റെ വ്യാഖ്യാനമാണ്. ശരി, ഇനി അടുത്തായിട്ട് വഅക്വാബുൻ മൗദൂഅ. വഅക്വാബുൻ മൗദൂഅ. വഅക്വാബുൻ മൗദൂഅ. വഅക്വാബുൻ മൗദൂഅ. അവിടെ നമ്മൾ ഓതുമ്പോൾ ഒന്ന് കാഫ് കലിഫലത്തിൻ്റെ അക്ഷരം ഇല്ലാത്തതുകൊണ്ട് വ അക്ക് ക്ക് എന്ന് ഓതരുത്. വ അക്വാബുൻ വ അക്ക്. അതേപോലെ ബുമ്മ, ഇവിടെ ഏതാണ്? ഇഖ്ഫ ആണോ? നേരെ നമുക്ക് മീമല്ലേ, നവമി. ഇത് നമ്പിഹുന്ന, ഇത് നമ്പിഹുന്ന തൻവീനേശല്ലേ. അപ്പോൾ അക്വാബുമ്മ മൗദൂഅ. വ അക്വാബും മൗദൂഅ. ശരി. വ പിന്നെ അവിടെ ഉള്ളത് അക്വാബ്. കൂബ് എന്നുള്ളതിൻ്റെ ജംആണ് അക്വാബ്. കൂബ് പറഞ്ഞാൽ കോപ്പ. അപ്പോൾ അക്വാബ് കോപ്പകൾ. അവിടെ അക്വാബുണ്ട്. എങ്ങനത്തെ അക്വാബാണ്? മൗദൂഅ, തയ്യാറാക്കി വെക്കപ്പെട്ടതാണ്. വളഅ എന്ന് പറഞ്ഞാൽ എന്താ? വെച്ചു. വളഅ യളഉ മൗദൂഅ. ഇവിടെ അക്വാബ് ജംഅ ആയതുകൊണ്ടാണ് മൗദൂഅ. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി ഒരുക്കി വെക്കപ്പെട്ട, തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകൾ അവിടെ ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ നമുക്ക് കുടിക്കാനുള്ള പാനീയം ഉണ്ടാവും. അപ്പോൾ സ്വർഗത്തിൽ ഇബ്രീഖ് ഉണ്ട്. ഇബ്രീഖ് അള്ളാഹ് പറഞ്ഞ അബാരീഖ
വകഅസിൻ മിൻ മാഇൻ മഈൻ സൂറത്ത് വാഖിയയിൽ ഇബ്രീഖ് പറഞ്ഞാൽ അതും കോപ്പ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ജഗ് പോലെ തന്നെ നമ്മളെ മറ്റേ ജഗ്ഗിൽ രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കണേ ഈ പിന്നെ മുന്നിൽ ഒഴിക്കണ സാധനം ഇങ്ങനെ നല്ല കൂർത്ത് ഇങ്ങനെ കൊക്കിൻ്റെ പോലെ വന്ന് അതേപോലെ ഇങ്ങനെ ഒരു പിടുത്തം സ്വർണ്ണത്തിൻ്റെ ഒക്കെ ഇല്ലേ അതേപോലത്തെ അതിനാണ് ഇബ്രീഖ് എന്ന് പറയാം. കൂബ് പറഞ്ഞാൽ കപ്പ് തന്നെയാണ്. അതിലിങ്ങനെ സാധനമൊക്കെ ഒരുക്കി വെച്ച് റെഡി ആയിട്ടുണ്ടാവും എന്നാണ്. അതേപോലെ കഅസ് ഉണ്ട്. കഅസ് ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൽ എന്ന് അവർ കുടിക്കും. കഅസ് പറഞ്ഞാൽ തന്നെയാണ് ആ കോപ്പ് തന്നെയാണ്. പക്ഷെ അതിങ്ങനെ കുടിച്ചിട്ട് കൈമാറും. അപ്പോൾ കൂബും കഅസും ഇബ്രീഖും ഒന്ന് തന്നെ, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകൾ ഉണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ കോപ്പകളുമായിട്ട് കുട്ടികൾ ഇങ്ങനെ എന്ത് ചെയ്യും? യതൂഫൂന അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, നിത്യവാസം നൽകപ്പെട്ട കുട്ടികൾ അവർക്ക് ചുറ്റും ഇങ്ങനെ. അവരെ കണ്ടാൽ എന്താ തോന്നുക? ലുഅ്ലുഉൽ മക്നൂൻ. അവരെ കണ്ടാൽ തോന്നും അവർ പവിഴങ്ങളാണോ മുത്തുകളാണോ എന്ന് തോന്നിപ്പോകും. അത്രയും സൗന്ദര്യമുള്ള കുട്ടികൾ ഇങ്ങനെ ചുറ്റും ഈ കോപ്പുകളുമായി നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിന് പാനീയം ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മൾക്ക് പാകത്തിന് ലേഖനം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എടുത്താൽ നമുക്ക് ചിലപ്പോൾ തികയില്ല, ചിലപ്പോൾ എടുത്താൽ അധികമാവും. അവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചുള്ളത് ഇതിൽ നടക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ അരുവിയിൽ നിന്ന് പോയി നമ്മൾ കോരി ഇടങ്ങാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒക്കെ തയ്യാറാക്കി വക്കപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഫിർദൗസ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഫിർദൗസ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഫിർദൗസ് വഅക്വാബും മൗളൂഅ വനമാരിഖു മസ്ഫൂഫ. രണ്ടായിരത്തി ഒപ്പണ്ട് എഴുതല്ലേ. വസറാബിയു മബ്സൂസ വനമാരിഖു മസ്ഫൂഫ വസറാബിയു മബ്സൂസ വനമാരിഖു മസ്ഫൂഫ വസറാബിയു മബ്സൂസ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറുൻ മർഫൂഅ വഅക്വാബും മൗളൂഅ വനമാരിഖു മസ്ഫൂഫ വസറാബിയു മബ്സൂസ വനമാരിഖ് വാവത്തിഫിൻ്റെ പിന്നെ അവിടെ എന്താ ഉള്ളത്? നമാരിഖ് ഉണ്ട്. നുമുറുക്കത്ത് പറഞ്ഞാൽ തലക്കടി തലയണ, അതിനാണ് നുമുറുക്ക്. അപ്പം നമാരിഖ് പറഞ്ഞാൽ തലയിണകൾ അവിടെയുണ്ട്. എങ്ങനത്തതാണ്? മസ്ഫൂഫ, സൊഫായി വെച്ചത്. മസ്ഫൂഫ പറഞ്ഞാൽ അണിയായി വെച്ചത്, നിരയായി വെച്ചത്. അപ്പോൾ മസ്ഫൂഫത്തായ അണിയായി വെച്ച അല്ലെങ്കിൽ നിരയായി വെച്ച തലയിണകൾ അവിടെയുണ്ട്. വൽമാരിഖു മസ്ഫൂഫ. അപ്പോൾ നമുക്കിങ്ങനെ ചാരിയിരിക്കാനും കൈകുത്തി ഊരിയിരിക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള തലയിണകൾ അവിടെ ഇങ്ങനെ വരിയായിട്ട് വെച്ചിട്ടുണ്ട്. അത്ഫിൻ്റെ വാവന്നെ സറാബിയു മബ്സൂസ. സറാബി ഉണ്ട്. സറാബി പറഞ്ഞാൽ കാർപ്പറ്റ്, പരവതാനി. സറാബി പരവതാനി. മബ്സൂസ ബസ്സ പറഞ്ഞാൽ വ്യാപിച്ചു, പരത്തി. വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ എന്ന് പറഞ്ഞാൽ ബസ്സ. മബ്സൂസ പറഞ്ഞാൽ അപ്പം എന്താ? പിന്നെ ഈ പരത്തി വെക്കപ്പെട്ടത്. അപ്പം അങ്ങനെ നിവർത്തി പരത്തി വെക്കപ്പെട്ട സറാബിയ് കാർപ്പറ്റുകൾ. ശരിക്കും ഈ സറാബിയ് ചേർക്കപ്പെടുന്നത് ചില മുഫസ്സിറുകൾ പറഞ്ഞത് അസർബൈജാൻ ഉണ്ടല്ലോ, അസർബൈജാനിലേക്കാണ് ഇത് ചേർക്കപ്പെടുന്നതെന്നാണ്. കാരണം ഏറ്റവും മുന്തിയ തരം കാർപ്പറ്റ് എവിടെ കിട്ടുക? അസർബൈജാനിലാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഈ സറാബിയിൽ നിന്ന് നിസ്ബ ചെയ്യപ്പെടുന്നതന്നെ എവിടേക്കാണ്? അസർബൈജാനിലേക്കാണെന്നൊക്കെ ചില മുഫസ്സിറുകൾ പറയുകയാണ്. ഏതായിരുന്നാലും അവിടെ പരവതാനികളുണ്ട്. എങ്ങനത്തെ പരവതാനികളാണ്? മബ്സൂസ, പരത്തി വെക്കപ്പെട്ട നിവർത്തി വെക്കപ്പെട്ട പരവതാനികൾ അവിടെയുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്വർഗം അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുമ്മ നസ്അലുക്കൽ ഫിർദൗസ്. അപ്പോൾ ഇവിടെ അല്ലാഹു സ്വർഗ്ഗക്കാരെ കുറിച്ചും നരകക്കാരെ കുറിച്ചും അവർക്ക് അവിടെ ലഭിക്കുന്ന ശിക്ഷകളും അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. ഇനി അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ വിഷയങ്ങൾ മനസ്സിലാക്കാം.